വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളിതാ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ബേബീനെയും കൊണ്ട് ഡിസ്ചാർജ് ആവാണ് ഹോസ്പിറ്റലിൽ നിന്ന്. സോ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്നത്തെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഹാപ്പിയായി ഡിസ്ചാർജ് ആവാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന്. നവംബർ 21 ആയിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. നവംബർ 25 നമ്മൾ ഡിസ്ചാർജായി. നവംബർ 22 ബേബി ഉണ്ടായത് കേട്ടോ. അപ്പം ഇന്നാണ് ഡിസ്ചാർജ് ഡേ. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് സമ്മറി കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം ഏകദേശം ഒരു 5 മണി 4:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം കണ്ട് നമ്മൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ, ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനിയിപ്പോൾ ഉണ്ണീനെ സെറ്റാക്കുക, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, ഇറങ്ങുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിലത്തെ പരിപാടികൾ കേട്ടോ. അപ്പോൾ 2 അമ്മമാരും കൂടിയിട്ട് ഉണ്ണീനെ കാര്യമായിട്ട് ഒരുക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആ അവസരം. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ക്രീമൊക്കെ ഉണ്ണിക്ക് തേച്ച് കൊടുക്കുക, അതുപോലെ എന്താ പറയുക വെറ്റ് വൈപ്സൊക്കെ വെച്ചിട്ട്, നമ്മൾ ഉണ്ണീനെ ഇപ്പോൾ കുളിപ്പിച്ചൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ വൈപ്സ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവളെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് മാത്രമുള്ള വൈപ്സാണ് നമ്മൾ ബോഡിയിലേക്ക് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് വെച്ച് ബോഡി മൊത്തം ക്ലീനാക്കി അവൾക്ക് ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് റാഷ് ക്രീമൊക്കെ പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ഇടിച്ചു കൊടുത്തു. അപ്പം ഇതാണ് അവളുടെ ഹോം കമ്മിങ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഫുൾ വൈറ്റിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം 28 വരെ നമ്മൾ ഉണ്ണികളെ വൈറ്റല്ല ഇടിപ്പിക്കുക. അപ്പോൾ വൈറ്റിലുള്ള ഹാഫ് റോംബറും അതുപോലെ മിറ്റൻസും ബൂട്ടീസും ക്യാപ്പൊക്കെ ആയിട്ടുള്ളൊരു സെറ്റ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടിയിച്ചതിന് ശേഷം അവളെ ക്യാരി ബാഗിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ക്യാരി ബാഗ് ഇച്ചിരി വലുതാണ്, കുറച്ചും കൂടെ അവൾ വലുതായാലാണ് ഇതിലേക്ക് അവൾ സ്യൂട്ടാവുള്ളൂ. പക്ഷെ നമ്മൾ മേടിച്ചിട്ട് നമുക്കതിൽ കിടത്തി കാണാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ അവളെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അതധികം നേരം എടുത്തില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ വാശി പിടിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് അവളെ മാറ്റി, എന്നിട്ട് നമ്മൾ വൈറ്റ് കളറുള്ള ഒരു ഫറിൻ്റെ ക്ലോത്ത് കൊണ്ട് അവളെ പൊതിഞ്ഞിട്ടാണ് സ്വാഡിൽ ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിൽ അവൾ കംഫർട്ടബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വരുമ്പോൾ അവളെൻ്റെ വയറിലായിരുന്നു, പോകുമ്പോൾ അവളുടെ ഡാഡയുടെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ അവളെ അമ്മാമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്, മമ്മിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഫ്രണ്ടിലിരിക്കുകയെന്നുണ്ടെങ്കിൽ റോഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ്. അപ്പം അവൾക്ക് ഇനി ഒന്നും ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് അമ്മാമ്മയുടെ കയ്യിലാണ് കൊടുത്തത്, അവളുടെ അമ്മാമ്മയുടെ കയ്യിൽ. അപ്പം അങ്ങനെ ചേട്ടൻ കൊടുത്തതിന് ശേഷം അവരെ സേഫാക്കി ഇരുത്തി ഡോറൊക്കെ അടച്ചു. ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നു കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് പോകണത്. ഇപ്പം അങ്ങനെയാണല്ലോ, ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫിൻ്റെ വീട്ടിലോട്ടാണ് ബേബിനെയും വൈഫിനെയും കൊണ്ടുപോവുക. നമ്മുടെ പ്രസവരക്ഷ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാമോദീസയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാം. പുണ്ണീനെയും കൊണ്ട് പാലക്കിൽ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ അതാ റോഡിൽ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് 6 മണി ആവാറായിട്ടുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാറിൽ സുഖമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. 37ാമത്തെ ആഴ്ചയിലാണ് കേട്ടോ എനിക്ക് അവളെ കയ്യിൽ കിട്ടണത്. 37 ആഴ്ചയും 5 ദിവസം ഉള്ളപ്പോഴാണ് ഡെലിവറി കഴിയണത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നായിരുന്നു. അപ്പോൾ ഞാൻ ഡെലിവറി സ്റ്റോറിയുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇടാം, വീഡിയോ ഇടാം. അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡെലിവറി സ്റ്റോറി പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് ഉണ്ണീനെ കയറ്റില്ല. അപ്പം ഉണ്ണിയുടെ ചിറ്റ, അതായത് എൻ്റെ അനിയത്തി ചെറുതായിട്ട് അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിറ്റയും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞച്ചനും വലിയച്ചാച്ചനും ഒക്കെ കൂടിയിട്ട് കുറേ ബലൂണൊക്കെ കെട്ടി, അതുപോലെ എന്താ പറയുക ഡോൾസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണീനെ കൊണ്ടുവരുമ്പോൾ. അപ്പോൾ നമ്മൾ കാറിൽ നിന്നൊക്കെ ഇറക്കി അവളെ നേരെ വീട്ടിലേക്ക് കയറ്റാണല്ലോ. അപ്പോൾ കുരിശൊക്കെ അമ്മ വരച്ചു കൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ അവളെ വീട്ടിലേക്ക് കയറ്റിയത്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താ അറിയുമോ, ഞങ്ങൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സമ്മതം കഴിഞ്ഞിട്ട് പാലക്കലേക്ക് എന്നെയും ചേട്ടനെയും ഇതുപോലെ അമ്മ കുരിശ് വരച്ച് കയറ്റിയ പോലെ അവളെയും കുരിശ് വരച്ച് വീട്ടിലേക്ക് കയറ്റാണ്. പ്രാർത്ഥിച്ച് അസുഖങ്ങളോ ആപത്തുകളൊന്നും വരാതെ ആയുസ്സാരോഗ്യമൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ചിട്ട് നമ്മളിതാ വീട്ടിലേക്ക് ഉണ്ണിനെ കൊണ്ട് കയറി നേരെ നമ്മൾ പ്രാർത്ഥിക്കാൻ രൂപത്തിൻ്റെ അവിടേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥിച്ച് അവളെ തന്നതിന് നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാ രൂപങ്ങളും അവളെ കൊണ്ട് മുത്തിച്ചിട്ടൊക്കെയാണ് അമ്മ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ നല്ല സുഖമായിട്ട് ഉറങ്ങുക, എണീറ്റിട്ടൊന്നുമില്ല, അങ്ങനെ അധികം അങ്ങനെ വാശിയൊന്നുമില്ല.
ഫീഡ് ചെയ്യുന്ന ടൈമിൽ അവൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവൾക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് അവൾ വാശി പിടിക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവൾക്ക് വാശിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നല്ല കുട്ടിയാണ്. അപ്പോൾ ഞങ്ങളത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞത് ഞാൻ പറഞ്ഞില്ല, അമ്മ എല്ലാ രൂപങ്ങളും അവളെ മുത്തിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിനി ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതും നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ, അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും അവളുടെ ഭംഗിയായി തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ണീനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് അവളെ കയറ്റണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തീം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 9th മന്തും 7th മന്തൊക്കെ കേക്ക് ചെയ്ത കേക്ക് ലാൻഡ് തന്നെയാണ് ഇതും ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനിവിടെ കൊടുക്കാം. അതുപോലെ കേക്ക് ഞാൻ പറഞ്ഞ പോലെ എക്സാക്റ്റ് അതുപോലെ തന്നെ ആയിട്ടുണ്ട്. എൻ്റെ എക്സ്പെക്റ്റേഷനൊന്നും എന്താ പറയുക, ആൾ എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തു. നല്ല ടേസ്റ്റുള്ള കേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ഉണ്ണിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവൾക്ക് ഇനി ഒരു വയസ്സൊക്കെ ആകുമ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ആ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ അവളുടെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ അഞ്ചു, അതായത് എൻ്റെ അനിയത്തി, അവളുടെ ചിറ്റ എന്താ പറയുക, കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പിങ്ക് ബലൂൺസൊക്കെ ഇങ്ങനെ അവളുടെ നെറ്റ് ബെഡ് വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്ത് 2 ഡോളും ടെഡിയൊക്കെ വെച്ച് അവൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉണ്ണീനെയും കൊണ്ട് കടന്ന് നോക്കുമ്പോൾ നല്ലൊരു ഭംഗി. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ണീനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം എന്ന്. അപ്പം ഞാനിങ്ങനെ അത് ക്യാരിങ് ആയിരിക്കുമ്പോഴേ ഞാൻ അങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ ഓർത്ത് അവൾ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ചേട്ടൻ നെറ്റ് ബെഡൊക്കെ തുറന്നപ്പോൾ നമുക്ക് അവളെ അതിൽ കിടത്തണമല്ലോ. അങ്ങനെ ബെഡൊക്കെ തുറന്നതിന് ശേഷം അവളെ ഞങ്ങൾ അതിലൊന്ന് കിടത്തി. അപ്പോൾ ആൾ സുഖമായിട്ട് അതിലിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സുഖമായിട്ട് അവൾ അതിനുള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവൾ ഉറങ്ങാണ്. അപ്പോൾ നല്ല ഭംഗി തോന്നി ഇങ്ങനെ അതിലൊക്കെ എടുത്തി. എന്താ പറയുക, കുറച്ച് നേരം ഞങ്ങൾ എണീപ്പിക്കാനൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. പക്ഷെ അവൾ എണീക്കണമൊന്നുമില്ല. അവൾ നല്ല ഉറക്കമാണ്. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ വിചാരിക്കണം അവളെ എണീക്കണമെങ്കിൽ. അങ്ങനെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആകുമ്പോഴത്തേനും എനിക്ക് കിടക്കാൻ സ്ഥലമില്ല. എല്ലാവരും വന്നിട്ട് ഉണ്ണിയുടെ അടുത്തിരിക്കുകയാണ്. അമ്മാമ്മയും ചിറ്റയും വല്യച്ചനും കുഞ്ഞിച്ചനും ഡാഡയൊക്കെ. ഡാഡ നാളെ പോവും. അപ്പോൾ ഡാഡ അതിൻ്റെ സങ്കടത്തിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലയ ബേബീനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവളെ വീട്ടിലേക്ക് കയറ്റിയതിൻ്റെ ഒരു വ്ളോഗാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.